ഹായ് ഫ്രണ്ട്സ്, ഞാൻ അനൂപ് അരവിന്ദ്. ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലെ കസ്റ്റമേഴ്സിന് എങ്ങനെ ATM കാർഡ് ഇല്ലാതെ ATM കൗണ്ടറിൽ നിന്ന് പൈസ എടുക്കാം എന്നുള്ളതിനെ കുറിച്ചാണ്. ബാങ്കിംഗ് രംഗത്ത് തന്നെ വിപ്ലവകരമായ ഒരു മാറ്റമാണ് SBI ഇതിലൂടെ മുന്നോട്ട് വയ്ക്കുന്നത്. ഇതിന് വേണ്ടത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ഇന്റർനെറ്റ് ബാങ്കിങ് എനേബിൾഡ് ആയ ഒരു SBI അക്കൗണ്ട് വേണം. അത് കൂടാതെ നമ്മുടെ ഫോണിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആപ്ലിക്കേഷനായ യോനോ ഇൻസ്റ്റാൾ ചെയ്തിരിക്കണം. അത് ആക്ടിവേറ്റ് ചെയ്തിരിക്കണം. അത് ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ ഇന്റർനെറ്റ് ബാങ്കിന്റെ യൂസർ നെയിം പാസ്വേഡും വെച്ച് ലോഗിൻ ചെയ്യുക. പിന്നെ ഈ ഫെസിലിറ്റി ഉള്ളത് സ്റ്റേറ്റ് ബാങ്കിൽ അക്കൗണ്ട് ഉള്ള കസ്റ്റമേഴ്സിന് സ്റ്റേറ്റ് ബാങ്കിന്റെ ATM നിന്ന് മാത്രമേ ഇത് ഇപ്പോൾ നമുക്ക് ഇങ്ങനെ പൈസ വിഡ്രോ ചെയ്യാൻ പറ്റുള്ളൂ. വേറെ ഒരു ബാങ്കിന്റെ ATM നിന്ന് ഇത് ചെയ്യാൻ പറ്റില്ല. അത് കൂടാതെ തന്നെ സ്റ്റേറ്റ് ബാങ്കിന്റെ എല്ലാ ATM ഇത് അപ്ഗ്രേഡ് ആയി വന്നിട്ടില്ല. സെലക്ടഡ് ATMസിൽ അത് ആയിട്ടുണ്ട്. ബാക്കിയുള്ളതിൽ ഉടനെ തന്നെ അപ്ഗ്രേഡ് ആയി വരുന്നതാണ്. ഫ്രണ്ട്സിന് പൈസ അയച്ചു കൊടുക്കണമെങ്കിൽ, റിലേറ്റീവ്സിന് പൈസ അയച്ചു കൊടുക്കണമെങ്കിൽ നമുക്ക് ഈ ഒരു രീതി ഫോളോ ചെയ്യാം. ഇത് കൂടാതെ നമ്മൾ ATM കാർഡ് എടുക്കാതെ എവിടെയെങ്കിലും ആയിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് പൈസ ATMൽ നിന്ന് വിഡ്രോ ചെയ്യാൻ പറ്റും. ഇതിന്റെ ഒരു സെക്യൂരിറ്റി ആസ്പെക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ATM കാർഡ് നമ്മൾ ഉപയോഗിക്കുന്നില്ല, ATMന്റെ പിൻ ഉപയോഗിക്കുന്നില്ല. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ATM സ്കിമ്മിങ് എന്നുള്ളൊരു ഫ്രോഡ് അവിടെ ഒഴിവായി കിട്ടുന്നുണ്ട്. ഇതിന് നമ്മളൊരു ഡൈനാമിക് പിന്നാണ് സെറ്റ് ചെയ്യുന്നത്. ഒരു പിന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഹാഫ് ആൻ അവർ വാലിഡിറ്റി ഉള്ളൂ. അതിനിടയ്ക്ക് നമ്മൾ ട്രാൻസാക്ഷൻ ചെയ്തിരിക്കണം. അതുകൊണ്ട് തന്നെ ഓരോ ട്രാൻസാക്ഷനും ഓരോ പിന്നാണ് വരുന്നത്. ഈ രണ്ട് സ്റ്റെപ്പാണ് ഇതിൽ ഉള്ളത്. ആദ്യം നമ്മൾ യോനോ ആപ്ലിക്കേഷനിൽ ഒരു സ്റ്റെപ്പ് ചെയ്യുന്നു, അടുത്ത സ്റ്റെപ്പ് നമ്മുടെ ATMൽ ചെയ്യുന്നു. യോനോ ആപ്പിലും ATMലും ചെയ്യുന്ന സ്റ്റെപ്സ് ഏതൊക്കെയാണെന്ന് അറിയാനായിട്ട് നമുക്ക് ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഇതിനുവേണ്ടി യോനോ SBI എന്നുള്ള ആപ്പിൽ ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്തിട്ട് അതിൻ്റെ ടോപ്പ് ലെഫ്റ്റിലുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. യോനോ പേ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിൻ്റെ അകത്ത് നാലാമതായി വരുന്ന യോനോ ക്യാഷ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇതിൽ റിക്വസ്റ്റ് യോനോ ക്യാഷ് സെലക്ട് ചെയ്യുക. ഇതിൽ നമുക്ക് എത്ര രൂപയാണ് വേണ്ടതെന്ന് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. എമൗണ്ടിൻ്റെ ഇവിടെ ഇപ്പം ഞാനിവിടെ 1000 rupees എൻ്റർ ചെയ്യുന്നു. ഡെലിവറി ചാനൽ ATM എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് നെക്സ്റ്റ് എന്നുള്ളത് കൊടുക്കുക. ഇതിൽ നമ്മുടെ അടുത്തൊരു പിന്ന് ക്രിയേറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ട്രാൻസാക്ഷന് വേണ്ടി മാത്രം ഒരു 6 digit പിന്ന് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, ഞാനവിടെ ഒരു പിൻ നമ്പർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ ഓർത്ത് വയ്ക്കണം. ഇത് നമുക്ക് ATMൽ ട്രാൻസാക്ഷൻ ചെയ്യുമ്പോൾ വേണ്ടതാണ്. നെക്സ്റ്റ് സ്ക്രീനിൽ ഇതിൻ്റെ കൺഫർമേഷൻ വരും. നമ്മൾ കൊടുത്ത എമൗണ്ട് 1000 രൂപ, യോനോ ക്യാഷ് പിൻ, ഡെലിവറി ചാനൽ ATM. ഇവിടെ ഐ അഗ്രി ടേംസ് ആൻഡ് കണ്ടീഷൻ എന്നുള്ള സെലക്ട് ചെയ്തിട്ട് കൺഫേം ചെയ്യുക. ഇത്രയാണ് നമുക്ക് ഇതിൽ ചെയ്യേണ്ടത്, യോനോ ആപ്പിൽ ചെയ്യേണ്ടത്. ബാക്കിയുള്ള പ്രൊസീജിയർ എല്ലാം ATMലാണ്. സോ നമുക്ക് മെസ്സേജ് വന്നു കഴിഞ്ഞു. യോനോ ക്യാഷ് ട്രാൻസാക്ഷന് വേണ്ടിയുള്ള ഒരു OTP നമ്മുടെ ഫോണിൽ വന്നു കഴിഞ്ഞു. ഈ OTPയും നമ്മൾ സെറ്റ് ചെയ്ത പിൻ നമ്പറുമാണ് ATMൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇത്രയാണ് യോനോ ആപ്പിൽ ചെയ്യേണ്ടത്. ഇതിൽ എമൗണ്ട് എൻ്റർ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മിനിമം നമുക്ക് എൻ്റർ ചെയ്യാൻ പറ്റുന്ന എമൗണ്ട് 500 ആണ്. അത് കഴിഞ്ഞ് എൻ്റർ ചെയ്യുന്ന എമൗണ്ട്സ് എല്ലാം 500ന്റെ മൾട്ടിപ്പിൾസ് ആയിരിക്കണം. ഈ ഒരു രീതിയിൽ 20,000 രൂപ വരെ മാക്സിമം ഒരു ദിവസം നമുക്ക് ATMൽ നിന്ന് വിഡ്രോ ചെയ്യാം. അതിൽ പെർ ട്രാൻസാക്ഷൻ ലിമിറ്റ് 10,000 ആണ്. 20,000 രൂപ എടുക്കണമെങ്കിൽ 2 പ്രാവശ്യമായിട്ടേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. ആദ്യം 10,000 എടുക്കുക, പിന്നെ അടുത്ത 10,000 എടുക്കുക. ഇനി ബാക്കി ATMൽ ചെയ്യുന്ന എന്തൊക്കെയാണെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം. അടുത്തത് ATMൽ ചെയ്യേണ്ട സ്റ്റെപ്സ് ആണ്. ATMൽ റൈറ്റ് സൈഡിൽ താഴെ യോനോ ക്യാഷ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും. അത് സെലക്ട് ചെയ്യുക. അത് സെലക്ട് ചെയ്യുമ്പോൾ കാർഡ്ലെസ് ട്രാൻസാക്ഷൻ മെനുവിൻ്റെ അകത്ത് യോനോ ക്യാഷ് സെലക്ട് ചെയ്യുക. ഇതിൽ നമ്മുടെ അടുത്ത് SMS വഴി നമുക്ക് കിട്ടിയ നമ്പർ എൻ്റർ ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പോൾ ആ നമ്പർ എൻ്റർ ചെയ്തിട്ട് നമ്മൾ കൺഫേം ചെയ്യണം. നെക്സ്റ്റ് സ്ക്രീനിൽ എമൗണ്ട് ചോദിക്കുന്നുണ്ട്. യോനോ ആപ്പിൽ എത്രയാണോ എമൗണ്ട് കൊടുത്തത് അത് ഇവിടെ എൻ്റർ ചെയ്യുക. അടുത്ത സ്ക്രീനിൽ യോനോയിൽ നമ്മൾ സെറ്റ് ചെയ്ത 6 digit പിൻ നമ്പർ എൻ്റർ ചെയ്യണം. അത് എൻ്റർ ചെയ്തിട്ട് കൺഫേം ചെയ്യുക. ഇത്രയും കഴിയുമ്പോൾ നമുക്ക് അക്കൗണ്ടിൽ നിന്നുള്ള ഡെബിറ്റ് നടന്നിട്ട് നമുക്ക് ആ ക്യാഷ് കൈ കിട്ടും. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപയോഗമാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. SBI ഇന്റർനെറ്റ് ബാങ്കിങ് ഇല്ലാത്തവർ ഇന്റർനെറ്റ് ബാങ്കിങ് എടുക്കുക. ഇന്റർനെറ്റ് ബാങ്കിങ് ഉള്ളവർ യോനോ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, അതിൽ ലോഗിൻ ചെയ്യുക, ആക്ടിവേറ്റ് ചെയ്യുക. ഒത്തിരി ഫീച്ചേഴ്സ് ഉണ്ട്. പാക്ഡ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് യോനോ. അതിൻ്റെ കുറച്ച് ഫീച്ചേഴ്സ് ഞാൻ പറയാം. നമുക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാം വേറെ അക്കൗണ്ടിലേക്ക്. നമ്മുടെ ഇന്റർനെറ്റ് ബാങ്കിങ് വഴി ഡിമാറ്റ് അക്കൗണ്ട് ഉണ്ടെങ്കിൽ അതറിയാൻ പറ്റും. മ്യൂച്വൽ ഫണ്ടിന്റെ ഡീറ്റെയിൽസ് അറിയാൻ പറ്റും. ഫോൺ റീചാർജ് ചെയ്യാൻ പറ്റും. ഒത്തിരി കാര്യങ്ങൾ അതുവഴി ചെയ്യാൻ പറ്റും. അതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളായിട്ട് നമുക്ക് ATM കാർഡ് ഇല്ലാതെ ATMൽ നിന്ന് പൈസ എടുക്കാൻ പറ്റും. ഈ വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ കണ്ട എല്ലാവർക്കും എൻ്റെ നന്ദി അറിയിക്കുന്നു. നമസ്കാരം.